നമസ്കാരം. വാർത്തകൾ അതിവേഗം പരിശോധിക്കാം. വാർത്തകൾ ഇതുവരെ. പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ. 13 രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. പഹൽഗാം ആക്രമണത്തിൽ പാക് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. അതേസമയം അതിർത്തി മറികടന്ന് ആരോപിച്ച് പിടികൂടിയ BSF ജവാൻ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ തുടരുകയാണ്. ജവാനെ കൈമാറാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടെ ബലൂചിസ്ഥാനിലെ സ്ഫോടനത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ക്വാറ്റയിലാണ് ആക്രമണം നടന്നത്. കനത്ത മഴ തുടരുന്ന അരുണാചൽ പ്രദേശിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു. മഴയ്ക്കൊപ്പമുള്ള മണ്ണിടിച്ചിലിലും പാറവീഴ്ചയിലുമാണ് മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നത്. പ്രദേശത്ത് വൈദ്യുതിയോ ഇന്റർനെറ്റോ ഇല്ലാത്തതിനാൽ പുറത്തുള്ളവരുമായി ബന്ധപ്പെടാനും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വിനോദസഞ്ചാരികളെ മടക്കിക്കൊണ്ടുവരാൻ ശ്രമം തുടരുകയാണ്. ആണവ വിഷയത്തിൽ 3ാം ഘട്ട അമേരിക്ക-ഇറാൻ ചർച്ച ഇന്ന് മസ്കത്തിൽ നടക്കും. ഒമാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കും. ഒമാൻ വിദേശകാര്യമന്ത്രി ചർച്ചകൾക്ക് നേതൃത്വം നൽകും. US ചൈന പകര ചുങ്കപ്പോരിന് ഇളവ് വന്നേക്കുമെന്ന സൂചന. US നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവയിൽ ചൈന ഇളവ് വരുത്തി. ഇറക്കുമതി ചുങ്കം സംബന്ധിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തന്നോട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടൈം മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ചൈനയുടെ നീക്കം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകാനൊരുങ്ങി ലോകം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. പോപ്പിന് ആദരാഞ്ജലി അർപ്പിക്കാൻ 10,000ങ്ങളാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലുള്ള എത്തിയിരിക്കുന്നത്. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു വത്തിക്കാനിലെത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെത്തി ഇന്ത്യയുടെ അന്തിമോപചാരം അർപ്പിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഖബറടക്ക ചടങ്ങിലും പങ്കെടുക്കും. അന്തരിച്ച മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനപ്രവാഹമാണ് ഉണ്ടാകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്മരണാഞ്ജലിയുമായി തലസ്ഥാനത്ത് പ്രത്യേക പ്രാർത്ഥനയും അനുസ്മരണ സംഗമവും നടന്നു. ലൂർദ് ഫെറോന ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. CPM സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയുമായി ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് പ്രധാന അജണ്ട. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ചുമതല സംബന്ധിച്ചും ചർച്ചകളുണ്ടാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. വയനാട് ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ച് നൽകുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവർ ദുരന്തബാധിതരാണോ എന്ന സംശയമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ അത്രയധികം ആളുകൾ നിലവിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നില്ല. രാഹുൽ ഗാന്ധിയും കർണാടക സർക്കാരുമടക്കം സർക്കാർ പദ്ധതിയോടൊപ്പം നിൽക്കുമ്പോൾ ലീഗ് മാത്രം മറ്റൊരു നിലപാട് സ്വീകരിച്ചത് ദൗർഭാഗ്യകരമാണ്. വയനാട് അവലോകന യോഗത്തിലാണ് മുസ്ലിം ലീഗിന്റെ വീട് നിർമ്മാണ പദ്ധതിക്കെതിരെ മുഖ്യമന്ത്രി രൂക്ഷമായ ആരോപണം ഉന്നയിച്ചത്. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. തൃശൂർ അയ്യന്തോൾ ഗ്രൌണ്ടിനടുത്തുള്ള വീടിന് സമീപമാണ് പൊട്ടിത്തെറിയുണ്ടായത്. തനിക്ക് നേരെയുണ്ടായ ആക്രമണമാണെന്നും സംഭവത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തൊടുപുഴ തൊമ്മൻകുത്തിൽ കുരിശു പൊളിച്ചത് വനഭൂമിയിൽ നിന്നാണെന്ന വനം വകുപ്പിന്റെ വാദം തെറ്റെന്ന കോൺഗ്രസ്. മേഖലയിൽ സംയുക്ത പരിശോധന നടത്തിയിട്ടില്ലെന്ന വിവരാവകാശ രേഖകൾ കോൺഗ്രസ് പുറത്തുവിട്ടു. ജില്ലയിൽ വനഭൂമി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നടപടി വൈകുന്നു. ഷൈം ടോം ചാക്കോയ്ക്കെതിരായ എന്ത് നടപടി സ്വീകരിക്കുമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. IC റിപ്പോർട്ട് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൈമാറിയില്ല. ഷൈം ടോം ചാക്കോയ്ക്ക് ഒരവസരം കൂടി നൽകിയ ഫെഫ്കയുടെ നടപടിക്കെതിരെ ഫിലിം ചേംബറിലും നിർമ്മാതാക്കൾക്കും വലിയ എതിർപ്പാണ് ഉയരുന്നുണ്ടായിരുന്നത്. ഷൈം ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. തലവടിയിൽ ആൾക്കൂട്ടത്തിലേക്ക് കാർ ഇടിച്ചു കയറി 3 പേർക്ക് പരുക്ക്. എടത്വ സെന്റ് ജോർജ് ഫെറോന പള്ളി തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപം സ്വീകരിക്കുന്നതിനായി നിന്ന
വിശ്വാസികൾക്കിടയിലേക്കാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറിയത്. രാത്രി 9:30 അപകടമുണ്ടായത്. ഒരാളുടെ നില ഗുരുതരമാണ്. അപകടത്തിൽപ്പെട്ടവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിഫ്ബി പദ്ധതി സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. പൊതുസമൂഹത്തിന് ഏറെ ഗുണം ചെയ്ത പദ്ധതികൾ കിഫ്ബിയിലൂടെ ആവിഷ്കരിക്കാനായെന്നും ഇടതുമുന്നണി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. പാകിസ്ഥാൻ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമപാത വിലക്കിയ നടപടി വിമാന സർവീസുകളെ ബാധിക്കുമെന്ന് എയർ ഇന്ത്യ. ഗൾഫിലേക്കുൾപ്പെടെയുള്ള വിമാന സർവീസുകൾക്ക് ബദൽ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നതിനാൽ വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് എയർ ഇന്ത്യ യാത്രക്കാരെ അറിയിച്ചു. ഓൺലൈനായി ജോലി ചെയ്യുന്ന ജീവനക്കാർ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഓഫീസിൽ എത്തണമെന്ന് ഗൂഗിൾ. അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്നാണ് കമ്പനിയുടെ മുന്നറിയിപ്പ്. കോവിഡിന് ശേഷം ആദ്യമായാണ് കമ്പനി ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിലും ടെക്നിക്കൽ സർവീസിലും പ്രവർത്തിക്കുന്നവർക്കാണ് പുതിയ മാറ്റം ബാധകമാവുക. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചെടുത്ത ബിജെപിയുടെ രാജ ഇക്ബാൽ സിംഗ് ഡൽഹിയുടെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥി മൻദീപ് സിംഗിനെ പരാജയപ്പെടുത്തിയാണ് വിജയം. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബിജെപി വീണ്ടും അധികാരത്തിലെത്തുന്നത്. ബിജെപിയുടെ ജയ് ഭഗവാൻ യാദവ് ഡെപ്യൂട്ടി മേയറായും തെരഞ്ഞെടുക്കപ്പെട്ടു. കള്ളപ്പണക്കേസിൽ രാജസ്ഥാനിലെ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മഹേഷ് ജോഷിയെ ഇഡി അറസ്റ്റ് ചെയ്തു. ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിലാണ് ഇഡിയുടെ നടപടി. കേസിൽ മഹേഷ് ജോഷിയെ ഇന്നലെ 6 മണിക്കൂറിലധികം നേരം ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇഡി അറസ്റ്റ് ചെയ്തത്. മുൻ കോൺഗ്രസ് സർക്കാരിൽ പൊതുജനാരോഗ്യ എഞ്ചിനീയറിംഗ് മന്ത്രിയായിരുന്നു മഹേഷ് ജോഷി. കാറ്റ് UG 2025 ഫലം പുനഃപരിശോധിക്കാൻ തീരുമാനം. മാർക്ക് ഷീറ്റുകൾ പുനഃപരിശോധിച്ച് 4 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. 2024 ഡിസംബർ 1 ഡിസംബർ 7 പ്രഖ്യാപിച്ച ഫലമാണ് കാറ്റ് UG 2025 ചോദ്യപേപ്പറിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജികളെ തുടർന്ന് നടപടിയുണ്ടായത്. തമിഴ്നാട് ആളിയാർ ഡാമിൽ 3 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ചെന്നൈയിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥികളായ ധരുൺ, രേവന്ത്, ആൻഡ്രു എന്നിവരാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ സംഘം കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മദ്യപാനിയായ പിതാവിനെ കോടാലി കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തി 15-കാരിയായ മകൾ. ഛത്തീസ്ഗഡിലാണ് സംഭവം. അച്ഛൻ മദ്യപിച്ചെത്തുകയും അമ്മയുമായി വഴക്കിടുകയും ചെയ്യുന്നത് പതിവായതോടുകൂടിയാണ് പെൺകുട്ടി പിതാവിനെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. വീട്ടിൽ സൂക്ഷിച്ച പെയിന്റ് ഓയിൽ കുടിച്ച് 1.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ഗുരുഗ്രാമിലെ ബിലാസ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. ഉത്തർപ്രദേശിലെ ബറേലിയിലെ സംസപൂർ ഗ്രാമത്തിൽ താമസിക്കുന്ന ധമേന്ദർ കുമാറിന്റെ മകൾ ദീക്ഷയാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് വീട്ടിലെ കൂളറിന് പെയിന്റ് അടിക്കുന്നതിനിടെ കുട്ടി പെയിന്റ് ഓയിൽ എടുത്ത് കുടിച്ചത്. സുസ്ഥിരതയെക്കുറിച്ചുള്ള പുതിയ ചിന്തകളും ചർച്ചകളുമായി എർത്തന ഉച്ചകോടി സമാപിച്ചു. പ്രഥമ എർത്തന പുരസ്കാര ജേതാക്കളെയും ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. പരിസ്ഥിതി സൗഹൃദ അറിവുകളും സുസ്ഥിര ചിന്തകളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഖത്തർ ഫൗണ്ടേഷന് കീഴിലുള്ള സ്ഥാപനമാണ് എർത്തന. ദോഹയിൽ നടന്ന എർത്തന ഉച്ചകോടിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 2000-ലേറെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. സൗദിയിലെ ദമാമിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് ഉറക്കത്തിൽ മരിച്ചു. കണ്ണൂർ ചെക്കിക്കുളം മാണിയൂർ പാറാൾ സ്വദേശി അബ്ബാസ് AP ആണ് മരിച്ചത്. രാത്രി ഉറങ്ങിയ അബ്ബാസ് രാവിലെ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് കൂട്ടുകാർ വിളിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുവൈത്തിൽ വാഹനാപകടത്തിൽ മലയാളി അടക്കം 2 പേർ മരിച്ചു. മരിച്ചത് പത്തനംതിട്ട സീതത്തോട് സ്വദേശി അനുരാജ്. കുവൈറ്റിലെ അബ്ദലി റോഡിലാണ് അപകടമുണ്ടായത്. അപകടം സൾഫർ ടാങ്കും വാനും കൂട്ടിയിടിച്ചാണ് സംഭവിച്ചത്. ബഹ്ബഹാനി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മറ്റൊരു മലയാളിക്കും പരിക്കേറ്റിട്ടുണ്ട്. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്ന് പഞ്ചാബ് കിങ്സിനെ നേരിടും. ഇരു ടീമിനും ജയം അനിവാര്യമാണ്. ജയിക്കാനായാൽ പോയിന്റ് പട്ടികയിൽ പഞ്ചാബിന് വീണ്ടും ആദ്യ 4 സ്ഥാനങ്ങളിൽ തിരിച്ചെത്താൻ സാധിക്കും.
ഈ സീസണിൽ ഇരുവരും നേർക്കുനേർ വന്നപ്പോൾ പഞ്ചാബിനായിരുന്നു വിജയമുണ്ടായിരുന്നത്. ഈഡൻ ഗാർഡനിൽ രാത്രി 7:30-നാണ് മത്സരം നടക്കുക.